മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് തടിയൂരി കോൺഗ്രസ്. പരാതിയും കേസുമില്ലാത്തതിനാൽ രാഹുലിനെ MLA സ്ഥാനത്ത് തുടരാമെന്ന് ന്യായീകരണം. രാജി ആവശ്യത്തിൽ യുക്തിയില്ലെന്നും സണ്ണി ജോസഫ്. പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുമെന്നതിനാൽ ആരോപണങ്ങളിൽ പാർട്ടി അന്വേഷണം ഉണ്ടാകില്ല. BJPയുടെ ഉപതെരഞ്ഞെടുപ്പ് വിജയം ഭയന്നാണ് സസ്പെൻഷൻ നാടകം. രാഹുൽ രാജിവെക്കണമെന്ന നിലപാട് സ്വീകരിച്ചിരുന്ന സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് ഒറ്റ ദിവസം കൊണ്ടുണ്ടായത് അപ്രതീക്ഷിത നിലപാട് മാറ്റം. രാജി വേണ്ടെന്ന് വെച്ച് മുഖം രക്ഷിക്കാൻ രാഹുലിനെ പാർട്ടി 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് അവധിയെടുക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. രാഹുൽ കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെയും ഭാഗമായിരിക്കില്ല. പരാതിയും കേസുമില്ലാത്തതിനാൽ രാഹുലിന് MLA സ്ഥാനത്ത് തുടരാമെന്നാണ് ന്യായീകരണം. രാജി എന്നത് കീഴ്വഴക്കമല്ലെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. എങ്കിലും കോൺഗ്രസ് പാർട്ടി സ്ത്രീകളുടെ ആത്മാഭിമാനവും മാന്യതയും സുരക്ഷിതത്വവും അങ്ങേയറ്റം സംരക്ഷിക്കപ്പെടണം എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടി നേതൃത്വം ആലോചിച്ച് സമചിത്തതയോടെ ആലോചിച്ച് എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ അഭിപ്രായത്തിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക എന്ന തീരുമാനം. പാർട്ടിക്ക് വേണ്ടാത്ത ആളെ പൊതുസമൂഹത്തിന്റെ തലയിൽ കെട്ടിവെക്കുന്നതിന്റെ ധാർമ്മികത കോൺഗ്രസ് വിശദീകരിക്കണമെന്ന് BJP ആരോപിച്ചു. ഔദ്യോഗിക രേഖകളിൽ രാഹുൽ കോൺഗ്രസിന്റെ MLA, സസ്പെൻഷൻ പ്രഹസനം മാത്രം. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അദ്ദേഹം പുറത്താക്കുന്നത് പാർട്ടിക്ക് ആവശ്യമില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്ക് ആവശ്യമില്ലാത്ത ഒരാളെ കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ, സമൂഹത്തിൻ്റെ തലയിൽ, പാലക്കാട് വോട്ടർമാരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ധാർമ്മികതയാണ് കോൺഗ്രസ് വിശദീകരിക്കേണ്ടത്. സത്യത്തിൽ രാഹുൽ തന്നെ രചിച്ച ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോഴ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നത്. കോൺഗ്രസിൻ്റെ ഈ രാഷ്ട്രീയ തട്ടിപ്പ് മനസ്സിലാക്കാൻ കേരളത്തിൽ ജനങ്ങൾക്ക് സാധിക്കും, പാലക്കാട് വോട്ടർമാർക്ക് സാധിക്കും. രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പുണ്ടാകുമെന്ന നിയമോപദേശം ലഭിച്ചതോടെയാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പോലും സ്വന്തം വാക്കുകൾ വിഴുങ്ങിയതും രാഹുലിന്റെ രാജി വേണ്ടെന്ന നിലപാടിലേക്ക് എത്തിയതും. ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ പാലക്കാട് മണ്ഡലത്തിൽ BJP ജയിക്കുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസിനും UDF-നും ഉള്ളത്. അത് പിന്നീട് വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അലയൊലികൾ സൃഷ്ടിക്കും. ഇത്തരമൊരു സാഹചര്യം ഒഴിവാക്കാനാണ് രാജി ആവശ്യം പാർട്ടി തള്ളുന്നതും രാഹുലിനെ സസ്പെൻഡ് ചെയ്യുന്നതും. ജനം, തിരുവനന്തപുരം.